എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഭാഗവത മഹാത്മ്യത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 51 തൊട്ടുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥവും സാരവും പറയാം. ശ്ലോകം 51. യജ്ഞദ്ഗർജതി സപ്താഹ സപ്താഹോ ഗർജതി വ്രതാ തപസോ ഗർജതി പ്രോച്ഛേ തീർത്ഥാനിത്യം ഹി ഗർജതി. യജ്ഞാർഗർജതി സപ്താഹ സപ്താഹോ ഗർജതി വ്രതാ തപസോ ഗർജതി പ്രോച്ഛേ തീർത്ഥാന്യത്യം ഹി ഗർജതി. യജ്ഞം വ്രതാനുഷ്ഠാനം, തപസ്, നിത്യവും തീർത്ഥസ്നാനം എന്നീ പുണ്യകർമ്മങ്ങളെക്കാൾ സപ്താഹശ്രവണം ഉത്കൃഷ്ടമാണെന്ന് ഘോഷിക്കപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 52. യോഗാർഗർജതി സപ്താഹോ ജ്ഞാനാജിജ്ഞാനാശ ഗർജതി കിം രുമോ ഗർജനം തസ്യ രേ ഗർജതി ഗർജതി. യോഗാർഗർജതി സപ്താഹോ ജ്ഞാനാജ്ഞാനാശ ഗർജതി കിം രുമോ ഗർജനം തസ്യ രേ ഗർജതി ഗർജതി. യോഗം, ധ്യാനം, ജ്ഞാനം എന്നിവയേക്കാൾ ഉത്കൃഷ്ടൻ ഞാനാണെന്ന് സപ്താഹം ഉച്ചത്തിൽ പറയുന്നു. സപ്താഹത്തിൻ്റെ ഗർജനശക്തിയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറകവയ്യ. പരമപുരുഷാർത്ഥത്തെ സാധിപ്പിക്കുവാൻ ഇതര യജ്ഞങ്ങളെക്കാൾ ഞാൻ തന്നെ സമർത്ഥനെന്ന് സപ്താഹയജ്ഞം ഉച്ചമായി ഘോഷിക്കുന്നു. ശ്ലോകം 53. ശൗനൗവാച സാശ്ചര്യമേതൽ കഥിതം ഗതാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ കവിതാദിസൂചകം. സാശ്ചര്യമേതൽ കഥിതം ഗതാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. ജ്ഞാനാദിധർമ്മങ്ങളെ വിഗണയ്യ തിരസ്കരിച്ചിട്ട് ഏതത് കഥാനകം ഈ കഥ സാശ്ചര്യം കഥിതം ആശ്ചര്യത്തോടുകൂടും വിധം പറയപ്പെട്ടു. യോഗവിദാദിസൂചകം യോഗം, ജ്ഞാനം മുതലായവയെ സൂചിപ്പിക്കുന്ന ഭാഗവത പുരാണം നിശ്രേയസേ മോക്ഷപ്രദാനത്തിനായിക്കൊണ്ട് ജാത എന്തു കാരണത്താലുണ്ടായി? ശൗനകൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞതായ ഈ കഥ എത്രയും ആശ്ചര്യകരം തന്നെ. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനയോഗം, കർമ്മയോഗം, അഷ്ടാംഗയോഗം മുതലായ സാധനങ്ങളൊന്നും തന്നെ ഭാഗവത പുരാണം പാഠശ്രവണാദികളെ പോലെ സുഗമമായി മോക്ഷത്തെ സാധിപ്പിക്കുന്നില്ലെന്നാണല്ലോ ഈ കഥയുടെ സാരം. അത്ര മാഹാത്മ്യമേറിയതും യോഗജ്ഞാനാദികളെ സൂചിപ്പിക്കുന്നതുമായ ഈ ഭാഗവത പുരാണത്തിൻ്റെ ഉൽപ്പത്തി ഏതു വിധത്തിലാണ് എന്നുകൂടി അറിവാൻ ആഗ്രഹമുണ്ട്. ശ്ലോകം 54. സൂതൗവാച യഥാ കൃഷ്ണോധരാം ത്യക്ത്വാ സ്വപദം ഗന്തുമുദ്യത ഏകാദശം പരിശ്രുത്യ ഉദ്ധവോ വാക്യമബ്രവീത്. യഥാ കൃഷ്ണോധരാം ത്യക്ത്വാ സ്വപദം ഗന്തുമുദ്യത ഏകാദശം പരിശ്രുത്യ ഉദ്ധവോ വാക്യമബ്രവീത്. സൂതൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ ഭൂതലത്തെ ഉപേക്ഷിച്ചിട്ട് സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രവേശിപ്പാൻ എപ്പോൾ ഒരുങ്ങിയോ അപ്പോൾ ഏകാദശ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദ രൂപമായി പ്രതിപാദിച്ചിരിക്കുന്ന ജ്ഞാനത്തെ ശ്രീകൃഷ്ണ മുഖാരവിന്ദത്തിൽ നിന്നു തന്നെ ശ്രവിച്ചുവെങ്കിലും ഉദ്ധവർ പിന്നെയും ഈ വിധം പറഞ്ഞു. ശ്രീ ഉദ്ധവവാച 55 ശ്ലോകം. ത്വം ദുയാസ്യസി ഗോവിന്ദ
ഭക്തകാര്യം വിധായ ച മച്ചിത്തേ മഹതി ചിന്ത താം ശ്രുത്വാ സുഖമാവഹ. ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിധായ ച മച്ചിത്തേ മഹതി ചിന്ത താം ശ്രുത്വാ സുഖമാവഹ. ഉദ്ധവർ ശ്രീകൃഷ്ണനോട് പറഞ്ഞതിനെ 5 ശ്ലോകം കൊണ്ട് വിവരിക്കുന്നു. ഹേ ഗോവിന്ദ, ഭക്തകാര്യത്തെ 2 വിധം സാധിപ്പിച്ച നിന്തിരുവടി സ്വസ്ഥാനത്തെ പ്രാപിപ്പാൻ ഭാവിക്കുന്നു. നിശ്ചയം എൻ്റെ മനസ്സിൽ ഏറ്റവും വലുതായ ചിന്തയുദിക്കുന്നു. അതിനെ സകരുണം ശ്രവിച്ച ശേഷം സംശയം തീർത്ത് മംഗളത്തെ ജനിപ്പിക്കണം. ശ്ലോകം 56. ആഗതോയം കലേഘോരോ ഭവിഷ്യന്തി പുനഃഖലാഃ തത്സംഗേനൈവ സന്തോ വേ ഗമേഷന്തുഗ്രതാം യദാ. ആഗ്രതോയം കലേഘോരോ ഭവിഷ്യന്തി പുനഃഖലാഃ തത്സംഗേനൈവ സന്തോ വേ ഗമേഷ്യന്തുഗ്രതാം യദാ. ശ്ലോകം 57. തഥാ ഭാരവതീ ഭൂമി ഗോരൂപേയം ഗമാശ്രയേത് അന്യോ ന ദൃശ്യതേ ത്രാതാ ത്വത്തകമലലോചന. തഥാ ഭാരവതീ ഭൂമി ഗോരൂപേയം ഗമാശ്രയേ അന്യോ ന ദൃശ്യതേ ത്രാതാ ത്വത്തകമലലോചന. ഈ കലിയുഗം ആരംഭിച്ചിരിക്കുന്നു. രണ്ടാമതും ദുർജനങ്ങളുണ്ടാകും. അവരുടെ സംസർഗത്താൽ സാധുജനങ്ങൾ കൂടെ ക്രൂരന്മാരായി ഭവിക്കും. അപ്പോൾ ഭാരമേറിയ സങ്കടം തീർപ്പാൻ ഗോരൂപമായി ജനിഭവിച്ച ഈ ഭൂമി ദേവി ആരെ രക്ഷയ്ക്കായിട്ട് ആശ്രയിക്കും? ഹേ പുഷ്കരാക്ഷ, നിന്തിരുവടിയെ കൂടാതെ അന്യനായ ഒരു രക്ഷിതാവിനെ കാണുന്നില്ല. ശ്ലോകം 58. അദസൽ സുദയാം കൃത്വാ ഭക്തവത്സലമാവ്രജ ഭക്താർത്ഥം സ്വഗുണോ ജാത നിരാകാരോപി ചിന്മയഃ. അദസൽ സുദയാം കൃത്വാ ഭക്തവത്സലമാവ്രജ ഭക്താർത്ഥം സ്വഗുണോ ജാതോ നിരാകാരോപി ചിന്മയഃ. അതുകൊണ്ട് ഹേ ഭക്തവത്സല, സാധുജനങ്ങളുടെ മേൽ കരുണ വിചാരിച്ചിട്ട് നിന്തിരുവടി ഭൂലോകം വിട്ടുപോകാതിരിക്കണം. ആകൃതിയില്ലാത്തവനും ജ്ഞാനസ്വരൂപനുമായ നിന്തിരുവടി ഭക്തപരിപാലനത്തിനു വേണ്ടിയിട്ടല്ലോ സത്വഗുണത്തെ അംഗീകരിച്ച് അവതരിച്ചിരിക്കുന്നത്. അതിനാൽ ഭക്തന്മാരെ പിരിയാതെ ഇവിടെ തന്നെ വസിക്കുന്നതല്ലയോ ഉചിതം. ശ്ലോകം 59. തദ്വിയോഗേന ഭക്ത പദം സാസ്യന്തി ഭൂതലേ നിർഗുണോപാസനേ കഷ്ടം അത കിഞ്ചി വിചാരയ. തദ്വിയോഗേന ഭക്ത പദം സാസ്യന്തി ഭൂതലേ നിർഗുണോപാസനേ കഷ്ടം അത കിഞ്ചി വിചാരയ. നിന്തിരുവടിയുടെ ഭക്തന്മാർ അങ്ങയുടെ വിരഹത്തെ സഹിച്ചുകൊണ്ട് ഭൂതലത്തിൽ ഇങ്ങനെ വസിക്കും. സ്വാമിയെ പിരിഞ്ഞിട്ടുള്ള സേവക നിവാസം കഷ്ടമല്ലയോ? നിഷ്കളം, നിഷ്ക്രിയം, ശാന്തം, അവ്രണമലോ ഹിതമച്ഛായം അസ്ഥൂലം അനണ ഹ്രസ്വം അദീർഘം എന്നിങ്ങനെയുള്ള വേദാന്തവാക്യങ്ങളാൽ ബോധിപ്പിക്കപ്പെടുന്ന നിന്തിരുവടിയുടെ നിർഗുണസ്വരൂപത്തെ സേവിപ്പാൻ ഏറ്റവും പ്രയാസം തന്നെ. രൂപവും ഗുണവും അതിക്രമിച്ചിരിക്കുന്ന ജ്ഞാനാനന്ദ സ്വരൂപം മനസ്സിന് ആലംബമായി വരികയില്ല. അത് ഹേതുവായിട്ട് അങ്ങയുടെ ഭക്തന്മാരെ ആശ്വസിപ്പിക്കുവാനുള്ള മാർഗത്തെ കുറിച്ച് അല്പമൊന്ന് ആലോചിപ്പാൻ കൃപ ചെയ്യണം. ശ്ലോകം 60. ഇത്യുദ്ധവവച ശ്രുത്വാ പ്രഭാസേ ചിന്തയദ്ധരേ ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതി ച. ഇത്യുദ്ധവവച ശ്രുത്വാ പ്രഭാസേ ചിന്തയദ്ധരേ ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതി ച. ഇപ്രകാരം ഉദ്ധവ പറഞ്ഞതു കേട്ടപ്പോൾ പ്രഭാസം എന്ന തീർത്ഥസ്ഥാനത്തിൽ വസിക്കുന്ന ഭഗവാൻ ശ്രീഹരി ഭക്തജനങ്ങളുടെ ആശ്രയത്തിനായിക്കൊണ്ട് ഞാൻ ഇപ്പോൾ എന്താണെന്ന് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം.